ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. സംയുക്തമായ പരിഹാരം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. എൻഡിഎയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാടും തൃശൂരും പ്രചാരണത്തിനെത്തും. എൽഡിഎഫിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത്, യുഡിഎഫിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ സംസ്ഥാനത്തെത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ വിട്ടുനിൽക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശുദ്ധ വാരത്തിന് തുടക്കമിട്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11-ന് ദൂരദർശനിലും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും പരിപാടി തത്സമയം ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ ആകാശവാണി പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സംയുക്തവും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതുമായ പരിഹാരം അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ മുതിർന്ന മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത അനൌപചാരിക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ്ജ വിതരണത്തിലെ അപകട സാധ്യതകൾ, അവശ്യവസ്തുക്കളുടെ ആഭ്യന്തര ലഭ്യത, ഇന്ത്യയുടെ വിതരണ ശൃംഖലകളുടെ കരുത്ത് എന്നിവ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം ചേർന്നത്. പൌരന്മാർക്ക് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് എല്ലാ മന്ത്രാലയങ്ങളും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ വാട്സ്ആപ്പ് ചാനൽ വഴി നിലവിലുള്ള സാഹചര്യവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പങ്കിടണമെന്നും യോഗത്തിൽ വ്യക്തമാക്കി. LPGയും വഹിച്ചുകൊണ്ടുള്ള ഒരു കപ്പൽ കൂടി ഗുജറാത്തിലെ വാദിനാർ തുറമുഖത്തെത്തി. അതേസമയം 47,000 മെട്രിക് ടൺ LPG വഹിച്ചുകൊണ്ട് കുവൈറ്റിൽ നിന്ന് പുറപ്പെട്ട ജഗ്വസന്ത് എന്ന കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നു. ഇതിൽ 17,000 മെട്രിക് ടൺ കാണ്ട്ല തുറമുഖത്തേക്കും ബാക്കിയുള്ളവ മുംബൈ, ന്യൂ മാംഗ്ലൂർ തുറമുഖങ്ങളിലേക്കും വിതരണം ചെയ്യും. ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദിത്തം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തതോടെ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഒരു റിപ്പോർട്ട്. ഇന്നലെ ഇസ്രായേലിനെതിരെയുണ്ടായ മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതോടെ ഒരു മാസമായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരും പ്രവേശിച്ചു. ഇറാൻ, ലെബനൻ, ഇറാഖ്, പലസ്തീൻ മേഖലകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് മിസൈൽ അയച്ചതെന്ന് ഹൂതികൾ പറഞ്ഞു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈൽ ആക്രമണത്തെ വിജയകരമായി തടഞ്ഞതായി അറിയിച്ചു. ദുബായിലെ US സൈന്യത്തിന്റെ 2 ഒളിത്താവളങ്ങൾ ആക്രമിച്ചുവെന്ന ഇറാനിയൻ സേനയുടെ അവകാശവാദം ഇന്നലെ US സെൻട്രൽ കമാൻഡ് തള്ളി. 3500 നാവികർ അടങ്ങുന്ന US-ന്റെ ട്രിപ്പോളി കപ്പൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഉത്തരവാദിത്ത മേഖലയിൽ പ്രവേശിച്ചു. ഇറാൻ അയച്ച 20ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ തടഞ്ഞതായി UAEയും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നവീകരണവും വികസനവും എല്ലാ അംഗരാജ്യങ്ങൾക്കും ഒരുപോലെ ലഭ്യമാകുന്നുണ്ടെന്ന് ലോക വ്യാപാര സംഘടനയുടെ ബഹുമുഖ വ്യാപാര സംവിധാനത്തിലൂടെ ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്നലെ കാമറൂണിൽ നടന്ന ലോക വ്യാപാര സംഘടനയുടെ 14ാമത് മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനയുടെ തീരുമാനങ്ങൾ നീതിയുക്തമായി തുടരുന്നുണ്ടെന്നും ദുർബല സമൂഹങ്ങളെ അവ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലേക്ക്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണത്തിനായി സംസ്ഥാനത്തെത്തി. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ ശ്രീ നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. പാലക്കാടും തൃശൂരും തെരഞ്ഞെടുപ്പ് റാലികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഹെലികോപ്റ്ററിൽ മേഴ്സി കോളേജ് ഗ്രൌണ്ടിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം കോട്ടമൈതാനത്തെ സമ്മേളന വേദിയിലെത്തും. പാലക്കാട്ടെ പരിപാടിക്ക് ശേഷം പ്രധാനമന്ത്രി തൃശൂരിലേക്ക് പോകും. തൃശൂരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് നിലവിൽ തൃശൂർ നഗരം.
റോഡ് ഷോയുടെ മാതൃകയിലുള്ള ട്രയൽ റൺ അടക്കം ഇന്നലെ ജില്ലയിൽ പൂർത്തിയാക്കി. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം, ബോംബ് സ്ക്വാഡ്, അഗ്നിരക്ഷാ സേനയുടെ നിരവധി യൂണിറ്റുകൾ എന്നിവയടക്കം പഴുതടച്ച സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് കുട്ടനല്ലൂരിലുള്ള ഗവൺമെന്റ് കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപാഡിൽ പ്രധാനമന്ത്രി വന്നിറങ്ങും. തൃശൂർ ജില്ലാ ആശുപത്രിക്ക് മുൻവശത്ത് നിന്ന് റോഡ് ഷോ ആരംഭിക്കും. തൃശൂർ ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും പ്രധാനമന്ത്രിക്കൊപ്പം ഈ റോഡ് ഷോയിൽ അണിനിരക്കും. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മലപ്പുറം ജില്ലയിലെത്തും. 4 LDF റാലികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരൂർ, പൊന്നാനി, തവനൂർ, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലാണ് റാലി നടക്കുക. UDFനായി ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള താരപ്രചാരകർ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി നാളെ കോട്ടയത്ത് പ്രചാരണത്തിനെത്തും. കണ്ണൂരിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല, BJP നേതാവ് സദാനന്ദ ഷെട്ട് തനവാടെ എന്നിവർ ഇന്നലെ ജില്ലയിലെ വിവിധയിടങ്ങളിൽ LDF, UDF, NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നയച്ച കത്തിൽ ഒരു പാർട്ടിയുടെ സീൽ പതിഞ്ഞ സംഭവത്തിൽ കൂടുതൽ നടപടികൾ കൈക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംഭവത്തിൽ 48 മണിക്കൂറിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡീഷണൽ CEO PB നൂഹിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ഡെപ്യൂട്ടി CEO, സെക്ഷൻ ഓഫീസർ എന്നിവരെ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി മാതൃ ഓഫീസുകളിലേക്ക് തിരികെ അയച്ചുള്ള ഉത്തരവിറക്കി. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ മാറി നിൽക്കണമെന്നും അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ PB നൂഹ് സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെ സ്ഥാനാർത്ഥികൾ പ്രചരിപ്പിക്കുന്ന വോട്ട് അഭ്യർത്ഥനയോ മറ്റ് തെരഞ്ഞെടുപ്പ് പരസ്യങ്ങളോ പങ്കുവയ്ക്കരുതെന്നും പരസ്യ പ്രചാരണങ്ങളിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ മാറി നിൽക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. സ്ഥാനാർത്ഥികളുടെ സമൂഹ മാധ്യമം വഴിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മീഡിയ സർട്ടിഫിക്കേഷൻ നിർബന്ധമാണെന്ന് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ PB നൂഹ്. സർട്ടിഫിക്കേഷൻ ഇല്ലാതെ സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഉള്ളടക്കങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയാൽ കർശന നടപടി സ്വീകരിക്കും. പത്തനംതിട്ട ജില്ലാ ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. മാധ്യമങ്ങളിൽ പരസ്യം പ്രസിദ്ധീകരിക്കും മുൻപ് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി നിർബന്ധമാണ്. ഇതിനൊപ്പമാണ് സാമൂഹിക മാധ്യമ പ്രചാരണത്തിനും സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർ, 40% ഭിന്നശേഷിയുള്ളവർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് വോട്ടവകാശം വിനിയോഗിക്കുന്നതിനുള്ള ഹോം വോട്ടിംഗ് പ്രക്രിയ നാളെ ആരംഭിക്കും. ഏപ്രിൽ 5 വരെ ഉദ്യോഗസ്ഥർ അപേക്ഷകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പുതുച്ചേരി ഉൾപ്പെടെ എക്സിറ്റ് പോളുകൾ നടത്തുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും നിരോധനം ഏർപ്പെടുത്തി. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 126A പ്രകാരം പോളിംഗ് ആരംഭിച്ചതു മുതൽ അവസാനിച്ച് അരമണിക്കൂർ വരെ എക്സിറ്റ് പോളുകൾ നടത്താനോ പ്രസിദ്ധീകരിക്കാനോ പാടില്ല. ഏപ്രിൽ 9 രാവിലെ 7 മണി മുതൽ ഏപ്രിൽ 29 വൈകുന്നേരം 6:30 വരെ നിരോധനം പ്രാബല്യത്തിൽ വരുമെന്ന് പുതുച്ചേരി ചീഫ് ഇലക്ടറൽ ഓഫീസർ P. ജവഹർ പറഞ്ഞു. നിയമലംഘനങ്ങൾക്ക് 2 വർഷം വരെ തടവ്, പിഴ അല്ലെങ്കിൽ രണ്ടും ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ലഭിക്കും. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. സംസ്ഥാനത്തെ ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക തിരുകർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും പുരോഗമിക്കുന്നു. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായുള്ള യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരിക്കുന്നത്. വിശുദ്ധ വാരത്തിനും ഇന്ന് തുടക്കമായി. IPL ക്രിക്കറ്റ് മത്സരത്തിന്റെ 19ാം പതിപ്പിന് ഇന്നലെ തുടക്കമായി. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി. 202 റൺസ് എന്ന ലക്ഷ്യം റോയൽ ചലഞ്ചേഴ്സ് 15.4 ഓവറിൽ മറികടന്നു. 69 റൺസ് എടുത്തു പുറത്താകാതെ നിന്ന വിരാട് കോഹ്ലിയാണ് ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത്. ഇന്ന് മുംബൈയിൽ നടക്കുന്ന 2ാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. IPL മത്സരങ്ങളിൽ 4000 റൺസ് മറികടന്ന ആദ്യ ബാറ്ററായി ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും.
പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. സംയുക്തമായ പരിഹാരം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചാരണം ഉച്ചസ്ഥായിയിൽ. എൻഡിഎക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാടും തൃശൂരും പ്രചാരണത്തിനെത്തും. എൽഡിഎഫിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത്, യുഡിഎഫിനായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാളെ സംസ്ഥാനത്തെത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ വിട്ടുനിൽക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിശുദ്ധ വാരത്തിന് തുടക്കമിട്ട് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആചരിക്കുന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.